ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് യൂട്യൂബിൻ്റെ ടിപ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ന് ഞാനൊരു ഓണം സെലിബ്രേഷന് പോകാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ സാരി ഒന്നും എടുത്തില്ല കേട്ടോ, സിമ്പിൾ ഒരു ടോപ്പാണ് ഇട്ടത്. എവിടെയാണ് ഓണം സെലിബ്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെമാറ്റിലാണ്. ജെമാറ്റ് എന്താണെന്ന് അറിയാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഓണം സെലിബ്രേഷനൊക്കെ കൂടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കോളേജൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ ഓണം സെലിബ്രേഷനൊന്നും അങ്ങനെ പോയിട്ടേ ഇല്ല. പിന്നെ ആച്ചുമൊക്കെ സെലിബ്രേഷൻ പോകണ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെയാണ് ജെമാറ്റിന്ന് എൻ്റെ മാഷ് വിളിച്ചത്, ഓണം സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 10 മണിക്കാണ് അവിടെ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഞാൻ റോട്ടിൽ വെച്ച് ഇൻട്രോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ ഇൻട്രോ എടുത്തത്. ഫാൻ ഇടാത്ത കാരണം മേക്കപ്പ് ഒക്കെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ അധികം ദിവസമായിട്ടോ. ഓണത്തിന് മുന്നാണ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ്. എഡിറ്റിങ്ങും കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. ഇനിയും ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ആ ഒരു വൈബൊക്കെ പോവും. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്തേട്ടോ. നമ്മൾ പോണ സ്ഥലത്തേക്ക് ബസ് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഇതാ ജെമാറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൂക്കളിടാനായിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ പൂവൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനും അവരുടെ കൂടെ കൂടിയിട്ട് പൂവൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇതാ ഇവിടെ സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ചെയ്യാണ്. ആ നിൽക്കുന്നതാണ് കേട്ടോ ജേണുമാഷ്. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ അക്കൗണ്ടന്റ് ആൻഡ് HR ആയിട്ട് 1 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും പ്രാക്ടീസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജെമാറ്റിൽ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ ടാലി, എക്സൽ, അതുപോലെ തന്നെ പീച്ച് ട്രീ അങ്ങനെയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് എല്ലാം പഠിച്ചത്. സംഭവം ഞാനിവിടെ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്റ്റുഡൻസിനൊന്നും എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ. എന്നാലും എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. അങ്ങനെ നമ്മളുടെ ഓണം സെലിബ്രേഷന്റെ ഉദ്ഘാടനമാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവരുടെ വരെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എല്ലാതും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളുടെ സെലിബ്രേഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. വീണ്ടും നമ്മൾ പൂവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ പൂക്കൾ ഇടാനായിട്ട് കുറച്ച് കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരാൾ വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൂക്കൾ ഇടുന്നതിന്റെ ഇടയിൽ കുഞ്ഞു കുട്ടികളുടെ കലാപരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇതാ കസാരോട്ടം, അതുപോലെ തന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ആങ്കറിങ് ചെയ്തത് ആ ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ അധികം നേരം പ്രോഗ്രാംസ് ഒക്കെ കണ്ടിരുന്നു കേട്ടോ. ലാസ്റ്റ് പൂക്കളിട്ട് കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പരിപാടികളൊക്കെ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൂക്കളത്തിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാഷിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പൂക്കളത്തിൻ്റെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ആഡ് ചെയ്യാം. അങ്ങനെ പരിപാടികൾക്കൊക്കെ ചെറിയൊരു ബ്രേക്ക് ഇട്ടിട്ട് എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നേ. പക്ഷേ എനിക്ക് ഈ സദ്യയെക്കാളും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പായസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സദ്യ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ടൈപ്പ് പായസമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പരിപ്പ് പായസവും പിന്നെ പാലടയും. പരിപ്പ് പായസം കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മത്തായ പോലെ ആയിട്ടോ. അങ്ങനെ പാലട കുടിക്കാൻ പറ്റിയില്ല. അതെനിക്കിപ്പോഴും ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ്, അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സദ്യ കഴിച്ചു. കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് നമുക്ക് വൈമാളിലൊന്ന് കയറണം. അപ്പോൾ ഞാനിവിടെ നേരെ വൈമാളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. സദ്യ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് കാരണം ചെറിയൊരു മത്ത് പോലെ ആയിട്ടോ. അതാണ് സംസാരമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ ഒന്നാമത് നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൊന്നും ശരിക്കും കാണുന്നേ ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ ആണ് ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയത് കേട്ടോ. പിന്നെ വൈമാളിയിൽ പോണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്കൊരു ടോപ്പ് എടുക്കാനായിട്ടാണ്. പിന്നെ ഓണമൊക്കെ അല്ലേ, വെറുതെ വൈമാളി വരെ ഒന്ന് പോയി കറങ്ങി അടിച്ച് വരാലോ എന്ന് വെച്ചിട്ട് പോയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ സദ്യയും പായസമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും മത്ത് പിടിക്കുന്നത്. എനിക്ക് തോന്നുന്നു വെയിലായതുകൊണ്ടായിരിക്കാം. വെയിൽ കൊണ്ട് നടന്നത് കാരണം കണ്ണൊന്നും കറക്റ്റായിട്ട് കാണുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളിതാ വൈമാളിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഇവിടെ 2 പേര് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഉമ്മയും ആച്ചും നേരത്തെ തന്നെ വൈമാളിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയും ഒരുമിച്ച് പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഈ ഒരു സംഭവത്തിനെ കണ്ടപ്പോഴാണ് ആച്ചു പറഞ്ഞത് അതിൻ്റെ കണ്ണൊന്ന് ശ്രദ്ധിച്ച് നോക്കിയെന്ന്. അപ്പോഴാണ് ഞാൻ കണ്ടത് അതിൻ്റെ കണ്ണ് അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ആച്ചു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓണത്തിൻ്റെ ഡെക്കറേഷൻസും അതുപോലെ തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. പിന്നെ വൈമാളിൽ ഓണമായി കഴിഞ്ഞാൽ വൈമാളിൽ നല്ല
എന്നല്ല, എല്ലാ സ്ഥലത്തും ഓണായി കഴിഞ്ഞാൽ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോളിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഡെക്കറേഷനാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നോ കാണാനായിട്ട്. ഇത് ശരിക്കും മോളിൽ നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഭംഗി അറിയുന്നത്. അങ്ങനെ കുറേ നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ വൈമാളിൽ വന്നു കഴിഞ്ഞാൽ നിർബന്ധമാണല്ലോ. പിന്നെ ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ സുഡിയോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഉമ്മ സുഡിയോയിൽ വന്നു തുടങ്ങിയിട്ട്. പിന്നെ വന്നു തുടങ്ങിയപ്പോഴാണെങ്കിൽ അവിടെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റുള്ള സ്ഥലത്തൊന്നും പോകാറില്ല. എപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞാലും സുഡിയോയിലാണ് കേട്ടോ വരാറുള്ളത്. അങ്ങനെ നമ്മൾ കുറേ അധികം ഡ്രസ്സുകളൊക്കെ നോക്കി. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉമ്മയാണ് എടുത്തു തരാറ്. ഉമ്മാക്കാണെന്നുണ്ടെങ്കിൽ ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ നോക്കി, ട്രയലൊക്കെ നോക്കി, ഉമ്മാക്ക് ഒരെണ്ണം ഇഷ്ടമായി, നമ്മളത് എടുത്തു കേട്ടോ. അങ്ങനെ ഡ്രസ്സുകളൊക്കെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അത് എടുക്കാനായിട്ടുള്ള പൈസ അപ്പൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ച് പോന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അത് അവിടെ ഉണ്ടാവോ ഇല്ലയെന്ന് അറിയില്ല. പിന്നെ ബില്ലിങ്ങിൻ്റെ സ്ഥലത്ത് വന്നപ്പോഴാണെങ്കിൽ വലിയ കോമഡി. ഒന്നാമത് നല്ല തിരക്കാണ്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പൈസ പേ ചെയ്യാനായിട്ട് നിന്ന സമയത്താണ് ഓർമ്മ വന്നത് ഫോണിൽ നെറ്റില്ല എന്നുള്ളത്. അങ്ങനെ അവരുടെ വൈഫൈ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ പേയ്മെൻറ്റ് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫോണിൽ നെറ്റില്ലാത്ത കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അധികം നേരം നടന്നു. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളുടെ ചാനലിൽ ഓണം റിലേറ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നാളെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അറിയാൻ പറ്റില്ല, ചിലപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ വിന്നർ നിങ്ങളായാലോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ വൈമാളിയിലെ കറക്കൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് ചെറിയൊരു ചായയും കടിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.